പകർച്ചവ്യാധി കേസുകൾ കൂടുന്നു. പ്രതിദിന പനിബാധയുടെ എണ്ണം 10,000-ന് മുകളിലാണ്. ഡെങ്കിപ്പനി, എലിപ്പനി മരണങ്ങളിലും വർധനയുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതും പകർച്ചവ്യാധി കേസുകൾ കൂടാനിടയാക്കി. സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതും രോഗികൾക്ക് തിരിച്ചടിയാകുന്നു. പല ജില്ലകളിലും പ്രതിദിനം 1000-ന് മുകളിൽ രോഗികൾ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നു. വൈറൽ പനിക്കൊപ്പം ഡെങ്കിയും എലിപ്പനിയും പടരുന്നു. ഒരു മാസത്തിനിടെ ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയത് 1951 രോഗികൾ. 7394 പേർക്ക് ഡെങ്കിപ്പനി സംശയിക്കുന്നു. 10 മരണങ്ങളും ഡെങ്കി മൂലമുണ്ടായി. ഒരു മാസത്തിനിടെ 381 പേർക്ക് എലിപ്പനി പിടിപെട്ടപ്പോൾ 22 മരണം സ്ഥിരീകരിച്ചു. 16 പേർ മരിച്ചത് എലിപ്പനി മൂലമാണെന്ന് സംശയിക്കുന്നു. പനി ബാധിതരുടെ എണ്ണം 10,000-ന് മുകളിൽ തുടരുന്നതോടെ മരിക്കുന്നവരുടെ എണ്ണവും കൂടി. ഒരു മാസത്തിനിടെ പനി ബാധിച്ചു മരിച്ചത് 55 പേർ. 6 മാസത്തിനിടെ 12 ലക്ഷത്തിലധികം ആളുകൾക്കാണ് പനി ബാധിച്ചത്. 1126 മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചപ്പോൾ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതും പകർച്ചവ്യാധി പ്രതിരോധത്തെ താളം തെറ്റിച്ചു. രോഗികളുടെ എണ്ണം കൂടുതലായിട്ടും ഒട്ടുമിക്ക ജില്ലകളിലെയും സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ജീവനക്കാരില്ല. ഇതും രോഗികളെ കൂടുതൽ വലയ്ക്കുന്നു. മഴ ശക്തിപ്പെട്ടാൽ ഡെങ്കിയും എലിപ്പനിയും വീണ്ടും കൂടുമെന്ന വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുണ്ട്. സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം കൂടുതലാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. പക്ഷേ അപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരുടെ എണ്ണം കുറവാണ് എന്നുള്ള കാര്യം അഡ്രസ്സ് ചെയ്യാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് നിലവിലുള്ള ഡോക്ടർമാരുടെ സംഘടന ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.